ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. സാഗറിന്റെ പൊട്ടക്കളിക്കാണോ? പക്കിയില് വരുന്ന കാര്യം സാഗർ മറന്നോ? അയ്യോ സോറി, ഓരോരോ തിരക്കൾക്കിടയിൽ ഞാനതങ്ങ് മറന്നുപോയി. എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ചന്ദ്രിക ഞാൻ വൈകിയോ ചന്ദ്രിക? ഇല്ല. ഊർമിള വരുന്ന കാര്യം ചന്ദ്രിക സസ്പെൻസ് ആക്കി വെച്ച് കളഞ്ഞു. ഞാൻ വിചാരിച്ചു വൈകുമെന്ന്. എന്തോരം ട്രാഫിക് ജാമ റോഡില്. കുറച്ചു കാലം കൂടി കഴിഞ്ഞാ ഈ ട്രാഫിക് ഒരുക്കൊക്കെ മാറുന്ന ആശ്വാസമാ. നമസ്കാരം ആന്റി. നമസ്കാരം. മാതൃകാ ദമ്പതികള് നേരത്തെ തന്നെ എത്തിയോ? കല്യാണം എന്നെ അറിയിച്ചില്ലല്ലോ. അതൊരു വലിയ കഥയാ, സൗകര്യം പോലെ പറയാം. അല്ല, ആന്റിയെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ചന്ദ്രികാമ്മ. ഇവള് പിന്നെ എന്നെ വെയിറ്റ് ചെയ്യണ്ടേ? ഓർമ്മലാൻഡി, ഒരു താങ്ക്സ് ഉണ്ട്. താങ്ക്സോ? എന്തിനാ? അന്ന് വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുമെന്ന കാര്യം ആന്റി വിളിച്ചറിയിച്ചില്ലായിരുന്നു എങ്കിൽ ആകെ കുഴപ്പമാണ്. അത് വന്ദനെ, ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്യാൻ തീരുമാനിച്ച സ്ഥാപനങ്ങളുടെ കൂട്ടത്തില് എന്റെ കമ്പനിയുടെ പേരും ഉണ്ടായിരുന്നു. അത് എന്റെ ഒരു വിശ്വസ്തൻ റെയ്ഡ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നപ്പോ കരുണാകരക്കുറുപ്പിന്റെ വീടും ഉണ്ടായിരുന്നു. അതാ ഉടനെ ഞാൻ വന്ദനെ വിളിച്ചറിയിച്ചത്. ഇൻഫോമർ ആരായിരുന്നെന്ന് വന്ദന ആദ്യം എന്നോട് പറഞ്ഞില്ലായിരുന്നു ആന്റി. റെയ്ഡ് വിവരങ്ങൾ നമ്മൾ ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ലേ, അതുകൊണ്ടായിരിക്കും. ജഗ, ഞാൻ കാറിനകത്തുനിന്ന് ഗിഫ്റ്റ് എടുക്കാൻ മറന്നുപോയി. അതൊന്ന് എടുത്തോണ്ട് വരുവോ? ഞാൻ എടുത്തിട്ട് വരാം ആന്റി. ബാക്ക് സീറ്റിലുണ്ടേ. ശരി. ഊർമിള, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഊർമിളയോട് പറഞ്ഞതല്ലേ. അത്ര നല്ല രീതിയിലല്ല വന്ദനയുടെയും ജഗന്റെയും കല്യാണക്കാരെയൊക്കെ നടന്നത്. ജഗനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പറഞ്ഞത് വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ കല്യാണം പോലെ ഇതിലും കുറച്ച് വിപ്ലവം കലർന്നു എന്ന് കരുതിയാ മതി. എല്ലാരും അവിടെ നിൽക്കുക, നമുക്ക് വേഗം ചടങ്ങ് തുടങ്ങണ്ടേ? ഒരു മിനിറ്റ്, ജഗൻ ഒന്ന് വന്നോട്ടെ. ഇതല്ലേ ആന്റി? അതെ, ഇത് തന്നെ. കല്യാണത്തിന് കൂടാനുള്ള ഭാഗ്യം തന്നില്ലെങ്കിൽ എന്താ? കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് ഏൽപ്പിച്ചിട്ട് പിന്നെ പൂജ ചടങ്ങിലേക്ക് പോവാം. എന്താ ഇതൊക്കെ? ഒരുപാട് രൂപയൊക്കെ ആയി കാണുമല്ലേ? എന്തു പറച്ചില്ല ചന്ദ്രികെ. നിന്റെ മോള്
എന്റെയും കൂടി മോളല്ലേ? ദാ, ഇത് വാങ്ങും മോളെ. നമുക്ക് ചടങ്ങ് തുടങ്ങണ്ടേ? മോനെ, കല്യാണ പെണ്ണിന് മാത്രല്ല, ഈ കല്യാണ ചെക്കനും ഉണ്ടൊരു സമ്മാനം. അത് കൊള്ളാലോ ആന്റി. കല്യാണത്തിന് ആരും ഒരു ഗിഫ്റ്റും തന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിലായിരുന്നു ഞാൻ. ആ, ഇനി എന്നാ ആ സങ്കടം മാറ്റിക്കും. ദാ, ഇത് ജഗന്. താങ്ക് യു. നന്നായി വരട്ടെ മോനെ. രണ്ടുപേരും കൂടി എന്നും ഒത്തൊരുമയോടെ മുന്നോട്ട് പോണം. ആ, ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം മാതൃകാ ദമ്പതികളാണെന്ന്. നിങ്ങൾ തമ്മിലേ അത്രയ്ക്കും ചേർച്ചയുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ട് ഒരു ഗിഫ്റ്റും കൂടി തരിക്കുന്നതിലാണ് നിങ്ങളുടെ മിടുക്ക്. നമുക്ക് പൂജ നടക്കുന്നിടത്തേക്ക് പോവാം. വാ. രാഗിത അങ്ങോട്ട്. സാഗറിന്റെ പൊട്ടക്കളിക്കാണോ? പക്കയില് വരുന്ന കാര്യം സാഗർ മറന്നോ? അയ്യോ സോറി, ഓരോരോ തിരക്കൾക്കിടയിൽ ഞാനതങ്ങ് മറന്നുപോയി. എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ.